റെഡ് സീ ക്രൈസിസ് ദിവസങ്ങൾ കഴിയുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനേക്കാൾ ഹൂതീസിനെതിരെ എത്ര രാജ്യങ്ങൾ ഒന്നുചേർന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനം. ഇനി എന്തൊക്കെ തന്നെ വന്നാലും ഞങ്ങൾ ഭയപ്പെടില്ല, ഞങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഹൂതീസും അറിയിച്ചു കഴിഞ്ഞു. പുതിയതായി മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 3 രാജ്യങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നു. മറ്റൊന്നിനുമല്ല, റെഡ് സീയിലെ ഞങ്ങളുടെ കാർഗോ ഷിപ്പ് ഞങ്ങൾ തന്നെ സംരക്ഷിക്കാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് ഈ 3 രാജ്യങ്ങളും പുറത്തുവിട്ടു. അമേരിക്ക ഓൾറെഡി റെഡ് സീ ടാസ്ക് ഫോഴ്സ് എന്നും പറഞ്ഞ് വലിയൊരു ഫോഴ്സ് രൂപീകരിച്ച് 13 രാജ്യങ്ങളെ അതിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ കപ്പലിനായുള്ള സംരക്ഷണം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ 3 രാജ്യങ്ങളും സെപ്പറേറ്റ് ആയി ഞങ്ങളുടെ കപ്പലിന് സംരക്ഷണം കൊടുക്കാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. ഗാസയിലെ ഖാൻ യൂനിസ് എന്ന ഭാഗത്ത് ലീഫ്ലെറ്റ്സ് ഒക്കെ പറന്നുകൊണ്ടിരുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണവും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ പല അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ കാര്യം തന്നെ റെഡ് സീ ക്രൈസിസ്. യൂറോപ്പ് യൂണിയൻ അവിടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റെഡ് സീ ക്രൈസിസ് കാരണം ഞങ്ങളുടെ ട്രേഡിംഗ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ എക്കണോമി വളരെയധികം ഇമ്പാക്റ്റ് ആകുന്നുണ്ട്, ട്രേഡിംഗ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇറ്റലി ഭരണകൂടവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടരാൻ പറ്റില്ല, ഞങ്ങളുടെ എക്കണോമിയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന്. കഴിഞ്ഞ ദിവസം 3 രാജ്യങ്ങൾ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്ന് പറഞ്ഞിരിക്കുകയാണ്, റെഡ് സീയിൽ ഞങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാനായി ഞങ്ങൾ ഒരു ഫോഴ്സ് രൂപീകരിക്കാൻ പോകുന്നു. എന്നാൽ മാത്രമേ റെഡ് സീ വഴിയുള്ള ഞങ്ങളുടെ ട്രേഡിങ്ങിന് യാതൊരു പ്രശ്നവും വരാതിരിക്കുകയുള്ളൂ. റെഡ് സീയിലെ ട്രേഡിംഗ് സുഗമമാക്കണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുചേരാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് ഈ 3 രാജ്യങ്ങളും പുറത്തുവിട്ടു. ഇതുവരെ അമേരിക്ക രൂപീകരിച്ച റെഡ് സീ ടാസ്ക് ഫോഴ്സിൽ ഫ്രാൻസ് ഒന്നും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ഈ 3 രാജ്യങ്ങൾ ഒന്നുചേരാൻ പോകുന്നു. പക്ഷേ ഇതിന് മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ എനർജി റെഡ് സീ വഴി അയക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. IMFും പറഞ്ഞിട്ടുണ്ട്. IMF ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, ഗ്യാസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്ന്. അങ്ങനെ IMF ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തതിന്റെ പ്രധാന കാരണത്തിൽ ഒന്ന് ഈ റെഡ് സീ ക്രൈസിസ് ആണ്. ഓൾറെഡി ഫ്രാൻസ് ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളിൽ കർഷക സമരവും അതുപോലെ മറ്റു പല പോരാട്ടങ്ങളും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയും ഇങ്ങനെ സമരം അധികമായാൽ ഫ്രാൻസ് മാക്രോണിന് രാഷ്ട്രീയ ജീവിതം തന്നെ ദുരിതത്തിലാകും. അതുകൊണ്ടാണോ എന്തോ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നു. ഈ 3 രാജ്യങ്ങളിൽ ജർമ്മനി അല്ലാതെ മറ്റൊരു രാജ്യവും ഉക്രൈനെ ഇപ്പോൾ സഹായിക്കുന്നില്ല. അത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഫ്രാൻസിന്റെ പല ശ്രമങ്ങളും ഉക്രൈന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു തീരുമാനവും ഫ്രാൻസ് എടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം വലിയ അളവിൽ വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇസ്രയേലും അമേരിക്കയും തമ്മിൽ. കാരണം ഇസ്രയേലിലെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഗാസയും ഞങ്ങൾക്കുള്ളതാണ്, അവിടം ഇസ്രയേലാണ്, ഗാസ ഭാഗത്ത് ജനങ്ങൾ ഉണ്ടെങ്കിലും അവരെ കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് തന്നെ അമേരിക്ക ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ മിഡിൽ ഈസ്റ്റിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് പോയിരിക്കുന്നു. അവിടെ ചെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റഷ്യ, ചൈന, ഇന്ത്യ ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ല, ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല, പല ബോണ്ടുകളും തയ്യാറാക്കും, അതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം, തൽക്കാലം ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതെല്ലാം വേഗത്തിൽ പരിഹരിക്കാമെന്നും ആന്റണി ബ്ലിങ്കൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൾട്ടിപോളർ വേൾഡ് കൊണ്ടുവരാൻ വേണ്ടി റഷ്യ, ഇന്ത്യ, ചൈന തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക അത് വരാതെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രയേലുമായുള്ള ബന്ധമാണ്. ഇസ്രയേൽ ആണെങ്കിൽ അമേരിക്ക പറയുന്നത് അനുസരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നെതന്യാഹു അമേരിക്ക പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് എതിരായി അറബ് രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട രാജ്യമായ സൗദി അറേബ്യ ഒരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇസ്രയേലിനെ അംഗീകരിക്കില്ല. എന്ന് അവർ പാലസ്തീനെ അംഗീകരിക്കുന്നോ അന്ന് മാത്രമേ ഇസ്രയേലിനെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന്. സോ മിഡിൽ ഈസ്റ്റ് ഇസ്രയേലിനെതിരെയുള്ള ദേഷ്യം കാരണം ഇസ്രയേലിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതേ ഇസ്രയേലിനെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്, വംശഹത്യ ചെയ്തു എന്നതിന്റെ പേരിൽ. എന്നാൽ ആ ഒരു കേസ് ഒഴിവാക്കാനുള്ള പല ശ്രമങ്ങളും അമേരിക്ക ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക പറയുന്നതൊന്നും അനുസരിക്കാത്ത ഇസ്രയേലിനെ, മറ്റൊരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ഇസ്രയേലിനെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് അമേരിക്ക ഇസ്രയേലിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി അവിടെയുള്ള ഹോസ്റ്റേജസ്.
ഹമാസ് ഒരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനും അപ്പുറം ഇനി ഹോസ്റ്റേജസിനെ സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതിന്റെ കാരണമായി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിരവധി ചർച്ചകളൊക്കെയും നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇസ്രയേൽ പറഞ്ഞ ഒരു കാര്യവും അവർ ഫോളോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞങ്ങളും ഇസ്രയേലിന്റെ പക്കൽ നിരവധി നിബന്ധനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ അവർ അംഗീകരിച്ചില്ല, എല്ലാം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനുമപ്പുറം ഇനി ഹോസ്റ്റേജസ് സ്വാപ്പ് എന്നത് ഉണ്ടാവില്ല എന്നൊരു അറിയിപ്പാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഹോസ്റ്റേജസിന്റെ സ്വാപ്പ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമോ? അതുമല്ല, ഇനി ഹോസ്റ്റേജസിന്റെ സ്വാപ്പ് നടന്നു എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ, ഈ രണ്ട് ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം ഇല്ല. ഈ യുദ്ധം ഉടനെയൊന്നും അവസാനിക്കുന്നതായി കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹമാസിനെ മുഴുവനായും ഇസ്രയേൽ നശിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ, 5 മുതൽ 10% വരെ ഹമാസിനെ പോലും ഇതുവരെ നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് യൂറോപ്പ് യൂണിയനിലെ നിരവധി നേതാക്കൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിനോട് തന്നെ നേരിട്ട് യൂറോപ്പ് യൂണിയൻ നേതാക്കൾ പറയുന്നു, നിങ്ങൾ ചെയ്ത ഈ ഓപ്പറേഷൻ പക്ക ഫെയിലിയർ ആണ്. അടുത്തതായി നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാസ നിങ്ങളുടെ ഭാഗത്തേക്ക് വലിക്കുമെന്നതാണ്. എന്നാൽ അതും നിങ്ങൾക്ക് വലിയൊരു തലവേദനയായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഈ യുദ്ധം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഉടനെയൊന്നും ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നും യൂറോപ്പ് യൂണിയൻ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിനെതിരെയുള്ള ഹമാസിനെതിരെയുള്ള ഇസ്രയേൽ എന്നതൊക്കെ പോയി ഇപ്പോൾ ഹമാസിന് അനുകൂലമായ ശബ്ദവും അതുപോലെ തന്നെ ഹമാസിന് അനുകൂലമായ രാജ്യങ്ങളുമാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും സദൻ ലബനൻ ഭാഗത്തും ഇസ്രയേലിന്റെ ആക്രമണം തീവ്രമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ഞങ്ങൾ നടത്തി, ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ മാറ്റിയെന്നും ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നു. എന്നാലും ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും ഞങ്ങൾ ചെയ്യില്ല. അവരുടെ വീക്ക് പോയിന്റ്സ് കണ്ടെത്തി അത് ടാർഗറ്റ് ചെയ്ത് കൃത്യമായി ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. സോ അവരുടെ സ്ട്രാറ്റജിയിലെ പുതിയ മാറ്റം എന്നത് ഗാസ ഭാഗത്തെ ആക്രമണം അവർ വലുതാക്കാൻ പോകുന്നു എന്നതാണ്. അതിനനുസരിച്ച് കഴിഞ്ഞ ദിവസവും ഖാൻ യൂനിസ് ഭാഗത്ത് ആക്രമണം തീവ്രമായി തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം മാത്രം 24 മണിക്കൂറിൽ ഏകദേശം 200 പാലസ്തീനിയൻസ് കൊല്ലപ്പെട്ടു. അതേപോലെ വെസ്റ്റ് ബാങ്കിലെ 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരവും പുറത്തു വന്നു. ഖാൻ യൂനിസ് ഭാഗത്ത് ഇസ്രയേലിന്റെ വിമാനം വഴി ലീഫ്ലെറ്റ്സ് ഒക്കെ പറത്തിവിടുന്നുണ്ടായിരുന്നു. അതിലെ പ്രധാന കണ്ടന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹോസ്റ്റേജസിന്റെ ഫോട്ടോസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേര് അറിയാമെങ്കിൽ പറയുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങളെയും കൊല്ലുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടു. ഇത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഖാൻ യൂനിസ് ഭാഗത്തെ ആക്രമണം തീവ്രമായി നടന്നു. അൽ നസർ ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടവരെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെ വലിയ കുഴികളൊക്കെയും എടുത്ത് ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ 25,000-ൽ പരം പാലസ്തീനിയൻസ് കൊല്ലപ്പെട്ടു എന്നും 64,000-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരം ഹെൽത്ത് മിനിസ്ട്രി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. 25,000-ൽ പരം ആളുകൾ മരണപ്പെട്ടതിന് ശേഷവും ഈ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതും സാധാരണഗതിയിലല്ല, ആദ്യത്തേതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ യുദ്ധം വളരെ തീവ്രമാക്കിക്കൊണ്ടിരിക്കുന്നു. 2024-ലെ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഖാൻ യൂനിസ് ഭാഗത്തുണ്ടായത് എന്ന് പല രാജ്യങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ പങ്കിട്ടു. നെതന്യാഹു പറഞ്ഞത് ഒരേ ഒരു കാര്യം, ഞങ്ങൾ പറഞ്ഞത് ഹമാസ് അംഗീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇനിയൊരു സീസ് ഫയർ ഉണ്ടാവില്ല, യുദ്ധം തുടരും എന്നതാണ്. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ ഈ 3 രാജ്യങ്ങളാണ് മീഡിയേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ തന്നെ പറയുന്നു അവരുടെ സ്ട്രാറ്റജി അവർ മാറ്റേണ്ടതുണ്ട്. ഇസ്രയേൽ ഗാസ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രൊപ്പോസൽ മോഡിഫൈ ചെയ്യാൻ പോകുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. റീസെന്റായി നടന്ന പ്രശ്നത്തിൽ ഹമാസ് അവരുടെ തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സോ അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം എങ്ങനെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാമെന്ന മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എത്ര സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭ, അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇസ്രയേൽ അവരുടെ ആക്രമണം തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം എതിർക്കേണ്ട രാജ്യങ്ങൾ സൈലന്റായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മറ്റ് രാജ്യങ്ങൾ സൈലന്റായി നോക്കിയിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.